നേപ്പാളിൽ നിന്ന് ബോബിയാണ്. നമുക്കറിയാം, നമ്മുടെ നേപ്പാളിലേക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. ദുബായിൽ നിന്ന് വരുന്നുണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട്, ബഹ്റൈനിൽ നിന്ന് വരുന്നുണ്ട്, കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്, ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് യമൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നേപ്പാളിലേക്ക് ഈ കൊല്ലം ഒരുപാട് മലയാളീസ് വരുന്നുണ്ട്. കാരണം അവർക്ക് അവിടെ പെരുന്നാളിന്റെ അവധി സമയത്ത് അവരെല്ലാവരും തന്നെ അവധിയെടുത്ത് ഈ ആഴ്ച തന്നെ ഏതാണ്ട് ഒരു 70-80 പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. 80 പേര് നേപ്പാൾ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് ബഞ്ചി ജമ്പിങ്ങും അതേപോലെ പാരാഗ്ലൈഡിങ്ങും സ്കൈ ഡൈവിങ്ങും പിന്നെ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടി എല്ലാവരും വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം അവിടെ നിന്ന് വന്നിട്ട് തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ തിരിച്ച് ഇവർ ജോലി ചെയ്യുന്ന ഏത് രാജ്യത്താണോ, ഏത് എമിറേറ്റ്സ് ആണോ അവിടേക്ക് പോകുമ്പോൾ ഇവർക്ക് NOC വേണം നേപ്പാളിൽ നിന്ന്. ആ NOC കിട്ടുന്നത് നമുക്ക് എംബസി ഓഫ് ഇന്ത്യ കാഠ്മണ്ഡുവിൽ നിന്നാണ്. അത് നമുക്ക് 72 മണിക്കൂർ മുമ്പാണ് കിട്ടുന്നത്. അപ്പൊ എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവ് ഉണ്ടെങ്കിലും ഞാനത് പറയുന്നതിനേക്കാൾ ഉപരി ഇന്നലെ നമ്മുടെ ദുബായിൽ നിന്ന് വന്ന കരാമയിൽ നിന്ന് വന്ന നമ്മുടെ അനഘ ഇട്ടിരുന്ന ഒരു വീഡിയോ ഇന്ന് നമ്മുടെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ അഭിനവാണ്. ഇപ്പം അഭിനവ് ദുബായിലെ ജോലി ചെയ്യുന്നത്. അപ്പൊ അഭിനവ് ഇന്നലെ ഇവിടെ വന്നു. ഞങ്ങൾ രണ്ടൊരു ഹോട്ടലിൽ താമസിച്ചു, കാഠ്മണ്ഡുവിൽ തമിഴില്. അപ്പൊ ഇന്ന് എംബസിയിൽ പോയി. അദ്ദേഹത്തിന്റെ റിട്ടേൺ ഫ്ലൈറ്റ് എന്നാ സൺഡേ 31st സൺഡേ ആണ് എന്റെ റിട്ടേൺ ഫ്ലൈറ്റ് മോർണിംഗ്. അപ്പൊ ഞാനിന്ന് അവിടെ എംബസിയിൽ പോയി അന്വേഷിച്ചിരുന്നു. അപ്പൊ എംബസിയിൽ പോയി അന്വേഷിച്ചപ്പോൾ എന്റെ അടുത്ത് സാറ്റർഡേ വന്നാൽ മതി. ശരിക്കും സാറ്റർഡേ സൺഡേസും ഓഫാണ്. പക്ഷെ ഇത് എമർജൻസി കേസ് ആയതുകൊണ്ട് NOCക്ക് വേണ്ടി മാത്രം സാറ്റർഡേസിലും സൺഡേസിലും അവർ ഓപ്പൺ ആയിരിക്കുന്നതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ സാറ്റർഡേ മോർണിംഗ് ഒരു 11 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഒരു വിത്തിൻ 2 hours അവർ NOC തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കാര്യം ക്ലിയർ ആയി തോന്നുന്നു. 72 മണിക്കൂർ മുമ്പ് ചെന്നാലേ നമുക്ക് അവർ NOC തരുള്ളൂ. നമ്മളിപ്പോ വന്ന് ഒരാഴ്ചക്ക് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ അവർ തരില്ല. അപ്പൊ ഇന്ന് അഭിനവ് പോയി അതിന്റെ സാക്ഷ്യം വഹിച്ചതാണ്. അപ്പൊ ഞാൻ ഈ വന്നവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ടാണ്. അപ്പോ ഈ ആഴ്ച തന്നെ ഒരുപാട് പേര് ഖത്തറിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാഠ്മണ്ഡുവിൽ വന്നിട്ട് അല്ലെങ്കിൽ നേപ്പാളിൽ വന്നിട്ട് തിരിച്ച് ഇന്ത്യ ഒഴികെ വേറെ ഏത് രാജ്യങ്ങളിലേക്ക് പോയാലും നമുക്കൊരു NOC വേണം. അത് എംബസി ഓഫ് ഇന്ത്യ കാഠ്മണ്ഡുവിൽ നിന്നാണ് കിട്ടുന്നത്. ഇനിയും ഈ വീഡിയോയിൽ നിന്ന് കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ വീണ്ടും വിളിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാതെ. അപ്പൊ നമ്മുടെ അങ്കമാലിക്കാരൻ മഞ്ഞപ്പുറയിൽ നിന്നാണ് അഭിനവിനോടൊപ്പം പുള്ളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. നേപ്പാളിലെ മലയാളിയായി ബോബി. താങ്ക് യു.